ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, മറന്നു പോകരുത്. എൻ്റെ മനസ്സിലെ കുറച്ച് പൊട്ടത്തരങ്ങളാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നും മനസ്സിൽ ഇങ്ങനെ കുറേ പൊട്ടത്തരങ്ങൾ വന്നത്. അത് എന്ത് കാരണമെന്നറിയില്ല. കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടിയത് കൊണ്ടായിരിക്കാം, അവരോടുള്ള സഹകരണമായിരിക്കാം. പിന്നും എൻ്റെ മനസ്സ് പണ്ടത്തെ പോലെ പൊട്ടത്തരങ്ങളുമായി മനസ്സിൽ ചിന്തകൾ വരാൻ തുടങ്ങിയത്. എന്തായാലും എൻ്റെ മനസ്സിലെ പൊട്ടത്തരങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് പറയണമെന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ എഴുതി വെച്ചതാണ്. പണ്ടൊക്കെ ഞാൻ ഒത്തിരി എഴുതുമായിരുന്നു, പിന്നെ അതൊക്കെ വലിച്ചു കീറി കളയും. എന്തായാലും ഇപ്പോൾ വിചാരിച്ചു, ഒരു യൂട്യൂബ് ചാനലുള്ളതല്ലേ, അപ്പോൾ അതിലിട്ടാലോ, പൊട്ടത്തരം ആയിക്കോട്ടെ, ചിലവർക്ക് ഇഷ്ടപ്പെട്ടാലോ ഈ പൊട്ടത്തരങ്ങളൊക്കെ. അങ്ങനെ ആ പൊട്ടത്തരങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കണ്ട കേട്ടോ. മനുഷ്യൻ്റെ മനസ്സ് കടൽ പോലെയാണ്, തിര അടിക്കുന്നത് പോലെയാണ്, എങ്ങും ഉറച്ചു നിൽക്കില്ല. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യൻ. സ്നേഹം എന്ന വികാരം ചിലപ്പോൾ ഒരു തെമ്മാടിയെയും നല്ലവനാക്കാൻ കഴിയും. മനുഷ്യൻ്റെ മനസ്സ് ആരും കണ്ടുപിടിച്ചിട്ടില്ല. പുറത്ത് കാണുന്ന സ്വഭാവമായിരിക്കില്ല ഉള്ളിലുള്ളത്. നമുക്ക് ആ ആളിനെ കാണുമ്പോൾ എന്ത് നല്ല സ്വഭാവമായിരിക്കുമെന്ന്, പക്ഷേ ആ ആളിൻ്റെ ഉള്ളിൽ എങ്ങനത്തെ സ്വഭാവമാണെന്ന് നമുക്കറിയാനേ പറ്റില്ല. അനുഭവത്തിൽ കൂടിയായിരിക്കും നമുക്കറിയാൻ പറ്റുന്നത്. എല്ലാവരുമല്ല, നല്ല മനസ്സും നല്ല സ്വഭാവവും നല്ല സ്നേഹവും ഉള്ളവരുമുണ്ട്, അങ്ങനെയുള്ള ആളുകളുമുണ്ട്. കടലിനെ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? കടലിലെ തിര നോക്കിയിരിക്കാൻ എന്ത് ഭംഗിയാണ്. കടലമ്മയോട് എന്തൊക്കെയോ പറയാൻ തോന്നും നമുക്ക്. അതുപോലെയാണ് നമ്മളെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ. കാണാൻ ആഗ്രഹമുണ്ടാകും, അവരോട് എല്ലാം തുറന്നു പറയാനും നമുക്ക് തോന്നും. എത്ര സംസാരിച്ചാലും മതി വരില്ല. അവരുടെ വാക്കുകൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കും. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ, അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങൾ. തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ പറഞ്ഞു തരും. അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളും കുറച്ച് സുഹൃത്തുക്കൾ, അങ്ങനെ കൂടി ഒരു നല്ലൊരു സുഹൃത്ത് വലയം എനിക്കുണ്ട്. എവിടെ നിന്നോ വന്നവർ എന്നെങ്കിലും അവർ എന്നെ ഉപേക്ഷിച്ചു പോകും. അവരെ തിരക്കുകളിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഒറ്റയാവും. പുതിയ ആളുകൾ എന്നെ തേടി വരും. അങ്ങനെ പുതിയ സുഹൃത്തുക്കൾ, പുതിയ ബന്ധങ്ങൾ. അങ്ങനെയാണ് ലോകം. ആരും ആർക്കും സ്വന്തമല്ല എന്ന് നമ്മൾ എല്ലാവരെയും മനസ്സിലാക്കണം. എന്നാലും നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ നമ്മുടെ മനസ്സ് കേൾക്കില്ല. എന്നും അവരെൻ്റെ സ്വന്തമാണെന്നുള്ളൊരു തോന്നലാണ്. അത് നമ്മൾ മാറ്റണം. ജീവിതത്തിൽ പലരും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടങ്ങളാണ്. കടലുള്ള കാലത്തോളം തിര അടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അമ്മ, അച്ഛൻ, ഭർത്താവ്, മക്കൾ ആരും നമ്മുടെ കൂടെ കാണില്ല. ഒരു സമയം കഴിയുമ്പോൾ എല്ലാവരും പോകും. നമ്മൾ ഒറ്റയ്ക്കാവും, നമ്മൾ തനിച്ചാവും, നമ്മുടെ കൂടെ ആരും കാണില്ല. കടലിലെ തിരമാല പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അത് നമ്മൾ മനസ്സിലാക്കണം. ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും സ്നേഹത്തിന് വേണ്ടി ഓടുന്നു, പണത്തിന് വേണ്ടി ഓടുന്നു. അങ്ങനെ കുറേ മനുഷ്യർ. നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തണം. നമ്മൾ പണത്തിൻ്റെ പിറകെയും ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോഴും, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഓടുമ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ചും കൂടി ചിന്തിക്കണം. നമുക്കും ഒരു മനസ്സുണ്ട്, നമുക്കും സന്തോഷങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി നമ്മൾ ഒന്ന് ജീവിക്കണം. അത് എല്ലാവർക്കും വേണ്ടി ഒന്ന് ജീവിക്കണം. അവരവരുടെ സന്തോഷങ്ങൾ അവരവർ കണ്ടെത്തണം. നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ വന്നപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്, നമ്മൾ പോകുമ്പോഴും ഒറ്റയ്ക്കേ പോകും. നമ്മളൊന്നും കൊണ്ടുപോകില്ല. പണവും മുതലും മക്കളോ ഭർത്താവോ സ്വത്തോ അമ്മയോ ആരെയും കൊണ്ടുപോകില്ല. നമ്മൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകും. അങ്ങനെയാണ് ജീവിതം. അതാണ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് അവസാനം നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകും. കുറേ പ്രായം ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തില്ല, മറ്റുള്ളവർക്കെല്ലാം വേണ്ടി നമ്മൾ ചെയ്തു. അവർ നമ്മളെ നോക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. അവർ നമ്മളെ നോക്കുന്നില്ല. അവരവരുടെ സുഖങ്ങൾ തേടിപ്പോയി. അപ്പോഴായിരിക്കും നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ജീവിതം ഒന്നേ ഉള്ളൂ. സന്തോഷങ്ങൾ കണ്ടെത്തുക. നമുക്ക് വേണ്ടിയും നമ്മൾ ജീവിക്കാൻ മറക്കരുത്. നമുക്ക് വേണ്ടുന്ന സന്തോഷങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. എല്ലാവർക്കും വേണ്ടി ജീവിക്കുമ്പോഴും ഒരു വശത്ത് നമ്മുടെ മനസ്സിൽ എനിക്കും വേണ്ടി ജീവിക്കണം എന്ന്, എൻ്റെ സന്തോഷങ്ങളും കണ്ടെത്തണം. എനിക്കിഷ്ടമുള്ള സന്തോഷം എന്താണ് അത് നമ്മൾ കണ്ടെത്തണം. അന്ന് നമ്മളും ചിന്തിക്കുക. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മളും ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളത്, പടം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ പടം വരയ്ക്കാം, സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമാണെങ്കിൽ സിനിമയ്ക്ക് പോകാം, കവിത ഇഷ്ടമാണെങ്കിൽ കവിത എഴുതാം, വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ വായിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അങ്ങനെ ആ ഇഷ്ടങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കണ്ടുപിടിച്ച് ചെയ്യുക. നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങളൊന്നും മൂടി വെക്കാതിരിക്കുക. അത് പുറത്ത് കൊണ്ടുവരിക. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവ്, എല്ലാവർക്കും ഈശ്വരൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് കണ്ടെത്തി ചെയ്യുക. നമുക്ക് വേണ്ടിയും നമ്മൾ ജീവിക്കുക. കടലിലെ തിരമാലകളെ പോലെ സന്തോഷമായി ജീവിക്കുക. ആ തിരയടിക്കുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാണ്. കടൽ കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കടലിലെ തിരയടിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് എന്തോ ഒരു കുളിർമയാണ്. ആ കാറ്റടിക്കുന്ന കാണുമ്പോഴും നല്ലൊരു കുളിർമയാണ്. എല്ലാവരും ചിന്തിക്കുക. എല്ലാവർക്കും വേണ്ടി എല്ലാവരും ജീവിക്കുക. അവരവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ.
എൻ്റെ മനസ്സിലെ കുറേ പൊട്ടത്തരങ്ങളാണ്, എന്തോ എന്നൊന്നും അറിയില്ല. മനസ്സിൽ തോന്നിയതൊക്കെ പറഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ചെയ്യണം, ഫോളോവും ചെയ്യണം. മറന്നു പോകണ്ട കേട്ടോ. ചെറിയ ചെറിയ പൊട്ടത്തരങ്ങൾ ജീവിതത്തിൽ നല്ലതാണ്. ചിലവർക്ക് തോന്നും എനിക്ക് ചെറിയ വട്ടമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു പൊട്ടത്തരം ചിലപ്പോഴൊക്കെ മനസ്സിൽ വരുന്നതൊക്കെ ആരോടെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ വന്നേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം വരെ. ബൈ 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 ബൈ.